NDA സ്ഥാനാർത്ഥിയായിരുന്ന അഞ്ജലി നായർ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു പ്രതിസന്ധി ഒരു പേരായിരുന്നു. ആ ഒരു പേര് അഞ്ജലി നായർ എന്നുള്ള പേരിന് എന്റെ തന്തയ്ക്ക് വിളിച്ചാലും എന്നെ നായരെന്ന് വിളിക്കരുത്. 30ാമത്തെ വയസ്സിൽ മുറിച്ചതാ ഞാൻ എന്റെ വാല്. നായരെന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയാ. പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? പിന്നെ നമ്മൾക്ക് വെച്ച് വോട്ടുകൾ നോക്കുമ്പോൾ 30,000-ത്തിലേറെ വോട്ടുകൾ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ചരിത്രത്തില് നല്ലൊരു വോട്ട് ശതമാനമാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. മുന്നേയും പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളല്ല. ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. 30,000 വോട്ട് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്റെ വാരഫലത്തിൽ ആകസ്മികമായി ഒരു ഭാഗ്യം കൈവരുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇനിയും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണം എന്നുള്ള മനസ്സിലാക്കുന്ന ഏരിയകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ല. അറിയില്ലല്ലോ എവിടെയാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കോട്ടം തട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പം ഈ ഒരു മണിക്കൂറുകളല്ലേ ആയുള്ളൂ. അപ്പം നമുക്കത് അവ്യക്തമാണ്. ഈ പറയുന്ന പോലെ നമ്മൾ പരിശ്രമിച്ചു. ഇപ്പം 3 സ്ഥാനാർത്ഥികളും ജയം അവരുടെയാണ് എന്നുള്ള രീതി പോലെ തന്നെ നമ്മളും ജയം മുന്നിൽ കണ്ടിരുന്നു. നമ്മളും പരിശ്രമിച്ചിരുന്നു. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല.